അസീസ് നെടുമങ്ങാട് ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ റെക്കഗ്നിഷൻ ഒക്കെ കിട്ടി, കാൻസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ആളായിട്ടാണ് ഇരിക്കുന്നത്. ഇന്റർനാഷണൽ മ്യൂസിക്. ഓ വാ. ഇന്ന് സഹദേവന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നാളെ തീർച്ചയായിട്ടും യുവദാസിന് സംഭവിക്കാം, ദേശവാസിക്ക് സംഭവിക്കാം. ആനന്ദിന് സംഭവിക്കാതിരിക്കട്ടെ. ലാലേട്ടന് ശേഷം കാൻസിൽ പോകുന്ന മലയാളി നടനാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോറി. നമ്മുടെ കൂടെ ഉള്ളത് ഒരാളൊരു കുറ്റവാളി ഉണ്ട്, ഒരു വക്കീലുണ്ട്, ബാക്കിയുള്ളവരെ കൂട്ടുപ്രതികളാണോ ഉള്ളതെന്നുള്ള നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ വി ഹാവ് ആസിഫ് അലി, ജഗദീഷ്, അസീസ് നെടുമങ്ങാട് ആൻഡ് ആനന്ദ് മന്മഥൻ വിത്ത് us. വെൽക്കം ടു റേഡിയോ മാംഗോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറ്റവാളി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആഭ്യന്തര കുറ്റവാളിയാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ, അത് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ സിനിമകളിലാണെങ്കിൽ, ഇപ്പോൾ കിഷ്കിന്ധാകാണ്ഡത്തിലാണെങ്കിൽ നിങ്ങളുടെ ഒരു കുറ്റവാളിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കുറ്റം മറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ്. പൊന്മാനില് ബ്രൂണോനെ നമുക്ക് കുറ്റം വേണമെങ്കിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള പോലെ ആരോപിക്കാവുന്ന ഒരാളാണ്. ഇവിടെ ആക്ഷൻ ഹീറോ ബുജു മുതൽ കുറ്റവാളിയാണ്. ആനന്ദ് ശ്രീബാലയില് കുറ്റവാളിയായിട്ട് കീഴടങ്ങുന്ന ആളാണ്. മൊത്തത്തിൽ എല്ലാരും കുറ്റവാളികളാണ് ഏറെക്കുറെ. അത് മറക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പടം. നേരത്തെ പറഞ്ഞാല് ഈ കുറ്റവാളി വക്കീൽ നമുക്ക് സെറ്റായി. നിങ്ങളൊക്കെ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ്, കൂട്ടുപ്രതികളാണ്. കുറ്റവാളിയുടെ കൂട്ടുകാരാണ്. കൂട്ടുപ്രതികളല്ല. ഇപ്പൊ പറഞ്ഞല്ലേ, കുറ്റവാളി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കല്ല നമ്മൾ ഈ സിനിമ പോകുന്നത്. ഇത് നമ്മുടെ സൊസൈറ്റിയിലെ നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടി ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. സൊസൈറ്റിയിലെ കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേർക്ക്. അതിൽ രണ്ട് പ്രൊഡക്ഷനൊക്കെ ചെറുതായത് കൊണ്ട് നമ്മൾ രണ്ടായിട്ട് ഒതുക്കിയത്. കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ആഭ്യന്തര കുറ്റവാളിയാണ്, പേര് പറയുന്ന പോലെ തന്നെ ഹോം അഫയേഴ്സിൽ വരുന്ന ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആരോപിതനാണ്, അക്യൂസ്ഡ് ആണ്, ഇതുവരെ നോട്ട് പ്രൂവൺ ഗിൽറ്റി. സോ ടെൽ മീ, വാട്ട് ഈസ് ദിസ് മൂവി ഹോൾ അബൌട്ട്? ഇത് തന്നെയാണ് സഹദേവന്റെ മേലിൽ ആരോപിക്കപ്പെടുന്ന ചില കുറ്റങ്ങൾ. അതിൽ സഹദേവൻ ചോദിക്കുന്നതാണ് ഞാൻ എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് നമ്മുടെ ചുറ്റും ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിനാരിയോയിൽ നമ്മൾ പല ന്യൂസുകളായിട്ടും നമ്മുടെ ചുറ്റും നടന്നതുമായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടേതായ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സിനിമയ്ക്ക് ഇപ്പോൾ ഒരു പ്രസക്തി ഉള്ളതെന്നും. സഹദേവൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. സഹദേവൻ വളരെ സാധാരണക്കാരനായ ഒരു നാട്ടിൻപുറത്തുകാരനാണ്. കുഞ്ഞു ജീവിതം, അച്ഛനും അമ്മയും ഉള്ള ഒരു കുടുംബം, രണ്ട് സുഹൃത്തുക്കളാണ്. അതിലും വലിയൊരു അത്ഭുതങ്ങളൊന്നും സഹദേവൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. ഒരു പുതിയ ആൾ ജീവിതത്തിലേക്ക് വരുന്നു, അതിലുണ്ടാകുന്ന കുറച്ച് പുതുമ, സഹദേവൻ ഇതുവരെ അനുഭവിക്കാത്ത കുറച്ച് പുതുമകൾ, ആ പുതുമകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നം എങ്ങനെ ടാക്കിൾ ചെയ്യപ്പെടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ അത് കുറച്ചും കൂടി ഒരു സറ്റയർ എന്നുള്ള രീതിയിലാണോ, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണോ പറയാൻ? വളരെ ലൈറ്റ്, അല്ലാതെ ആൾക്കാർ ആധികാരികമായിട്ടിരുന്ന് അല്ലേ പറഞ്ഞ് മനസ്സിലാക്കാൻ ലൈറ്റർ മൊമെന്റ്സും ഉണ്ട്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട നിമിഷങ്ങളും ഉണ്ട് കേട്ടോ. ലൈറ്റർ ആയിട്ട് എടുക്കേണ്ട എവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളും എല്ലാവർക്കും കിട്ടും, മനസ്സിലാവും. ആനന്ദിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ ഒരു വീട് കുടുംബ പ്രശ്നമാണെങ്കിലും, പൊന്മാനാണെങ്കിലും, ജയജയഹേ ആണെങ്കിലും, മൊത്തത്തിൽ കുടുംബം, കല്യാണം, ആകെ മൊത്തം സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടാൻ ആനന്ദിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടാകും. അങ്ങനെ എനിക്കൊന്ന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഹൈ കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്റെ ഈ ലുക്കൊക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ഫേസ് ആണെന്ന് തോന്നുന്ന ഒരു ഫേസ് ആണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ആയിരിക്കും കിട്ടിയത്. അപ്പൊ അല്ലാതെ ഞാൻ ഒരു ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 1744 വൈറ്റ് ഓൾട്ടോ എന്നൊരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ് മൊത്തത്തിലുള്ള. അപ്പൊ അതിൽ സംസാരിക്കാത്തൊരു ക്യാരക്ടറാണത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആൾക്കാർക്കും കുറച്ചും കൂടെ റിലേറ്റബിൾ ആവും. അപ്പോൾ അത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണല്ലോ. റിലേറ്റബിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് പൊന്മാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ എങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല. പക്ഷെ അന്നേരം ബ്രൂണോയ്ക്ക് ഒരു നെഗറ്റീവ് അടിക്കാൻ ഒരു ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം ഭയങ്കര റിസപ്ഷൻ കിട്ടിയ ബ്രൂണോ ഒരു ഫുൾ വില്ലനോ ഒന്നും അല്ല എന്ന് പറഞ്ഞ് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ബ്രൂണോമാര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര റിലേറ്റ് ചെയ്യുന്നത് അതൊക്കെ കാണുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ഈ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ നമ്മൾ പലപ്പോഴും പല രീതിയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കോളേജ് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായാലും അപ്പം കാണുന്ന ബ്രൂണോമാരുണ്ട്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വീണ്ടും കാണുമ്പോൾ ഈ സിനിമയുടെ അവസാനത്തേക്ക് വരുന്ന ബ്രൂണോ ആയിട്ട് അവരും മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചേഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഇതോം ചേട്ടൻ എഴുത്തിൽ ആ നോവൽ വായിച്ചിട്ടുണ്ട്, 4-5 ചെറുപ്പക്കാരെന്നുള്ള നോവൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ബ്രൂണോയെ പോലെ ആത്മാർത്ഥതയുള്ളവർ ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് വരില്ല.
അവരെന്നും ഈ താഴെ തട്ടിൽ തന്നെ കഴിയും. അത് നന്നായിട്ട് ആ സിനിമയിൽ പറയുന്നുണ്ട്. അതെ, അതിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പം വള്ളം കാണിച്ചിട്ട് നിങ്ങളെ വള്ളമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പണിക്കൊന്നും പോകത്തില്ലെന്ന് പറയും. പിന്നെന്താ നമ്മൾ പാർട്ടിയില്ലാന്ന് പറയും. അപ്പോൾ പാർട്ടിയില്ലാന്ന് നോക്കുമ്പോൾ പുള്ളിക്ക് ഒരു അഭിമാനമാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണത്. ഇതില് എങ്ങനെയാണ് പണിയെടുക്കുന്നുണ്ടോ? ഇതിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ഞാൻ. മറ്റേ ചേട്ടാ നേരത്തെ കഥയിൽ പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ പേരാണ് എനിക്ക് യൂദാസ്. യൂദാസ് അല്ല, യൂദാസ് അല്ല, യൂദാസ്. യു കുത്തുദാസ്. അതിനും ഗംഭീര പേരാണ് അദ്ദേഹത്തിൻ്റെത്. ദേശവാസി. ശരിക്കും ദേശവാസി. ഇതിപ്പോ എന്ത് വിശ്വസിക്കണം എന്ന് എനിക്കറിയില്ല. ദേശവാസി. ഒരു തരം ദേശവാസി എന്ന് പറഞ്ഞാൽ എന്റെ പേര്, എനിക്ക് അതിനകത്ത് പേരുണ്ട്, പക്ഷെ പേര് എല്ലാരും അങ്ങനെ കൺവേ ചെയ്യുന്നില്ല, അറിയിക്കുന്നില്ല. നാട്ടുകാരെല്ലാം വിളിക്കുന്നത് നാട്ടുകാരെ ദേശവാസി എന്നാണ്. കാരണം എന്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു പേരാണ്. അവിടെ താമസിക്കുന്ന ആളെന്നല്ലേ ഉള്ളൂ ദേശവാസി. അല്ലല്ല, ഞാൻ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ്സിൽ എന്റെ അങ്ങനെ ആ പേരിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അസീസ് നെടുമങ്ങാട് ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ റെക്കഗ്നിഷൻ ഒക്കെ കിട്ടി, കാൻസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ആളായിട്ടാണ് ഇരിക്കുന്നത്. മ്യൂസിക്, ഇന്റർനാഷണൽ മ്യൂസിക്. ഓ വാ, ഇതുപോലെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടാനില്ല അല്ലെ. അപ്പൊ നമ്മള് മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടൻ കാൻസിൽ പോയി തിരിച്ച് വീണ്ടും മലയാള സിനിമകൾ ആക്റ്റീവായി നിൽക്കുന്നു. ലൈഫ് ഒരുപാട് മാറിയോ? മാറി, നന്നായിട്ട് മാറി. ഇവരൊക്കെ ടിപ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, കാൻസ് വരെ എത്താൻ എന്തൊക്കെ? അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അത് പറയല്ലോ, എന്തോ ഈ സമയം കഴിഞ്ഞു പോകും എന്നുള്ള സംഭവമല്ലേ. അപ്പൊ അത് പോയി, പക്ഷെ സന്തോഷമാണ്. പിറകോട്ട് നോക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ മുന്നോട്ട് വരുന്നതും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ലാലേട്ടന് ശേഷം കാൻസിൽ പോകുന്ന മലയാളി നടനാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു അല്ലേ? സോറി, ഞാനങ്ങോട്ട് ബഹുമാനം കുറച്ചിട്ടുണ്ട്. അങ്ങനെ കേട്ടു, കറക്റ്റ് അറിയില്ല, അങ്ങനെയാണോ എനിക്കറിയില്ല. മടി കാരണം പോകാതിരുന്നതാണ്. മടി കാരണം അവര് വിളിക്കുകയും ടിക്കറ്റ് വരെയുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ ഞാൻ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകണം പറഞ്ഞിട്ടാണ്. അല്ല, മെയിനായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു വർക്കിലായിരുന്നു. കാരണം ഡേറ്റ് നേരത്തെ കൊടുത്തുപോയി. പക്ഷെ ആ വർക്കിൽ നിന്ന് മാറിയാൽ ആ വർക്ക് കുറച്ച് ദിവസം പെൻഡിങ് ആവും. ആത്മാർത്ഥ സിംഹമേ. അല്ല, സീരിയസ്ലി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ആ നടനെ പിന്നെ കിട്ടില്ല. കാരണം ധ്യാനാണ്, ഡേറ്റ് കിട്ടില്ല. അപ്പൊ എന്നെ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു, അറിയാലോ ധ്യാൻ ഈ പടം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടം പിന്നെ ധ്യാനെ കിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യണം എന്ന് എന്റെ അടുത്ത് വിളിച്ച് കൺട്രോളൊക്കെ സീനൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടാണ് ഞാൻ പിന്നെ കാൻ വേണോ ധ്യാൻ വേണോ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ധ്യാനേക്കാളും ധ്യാനാണ്. കെട്ടിയോളാണ് എന്റെ മാലാഖയും ഏറെക്കുറെ എന്താ പറയാ, മാരേജ് എങ്ങനെയായിരിക്കണം, എങ്ങനെ ഇത് പ്രോസസ് ചെയ്യണം എന്നൊന്നും അറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അഡൾട്ടിനെയാണ് നമ്മൾ കാണിച്ചത്. അതിന്റെ ഒരു ലൈനിലേക്കൊക്കെ വരുന്നുണ്ടോ ഏറെക്കുറെ? അതിന് വേറൊരു പെർസ്പെക്റ്റീവാണ്. അത് പറഞ്ഞത് കൊണ്ട് ഇതും കൂടെ പറയണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റേഴ്സിൽ ഞാൻ 2 നായികമാരെ കാണുന്നു, 2 കല്യാണങ്ങൾ ഉണ്ടോ? അതൊക്കെ ഇനി തിയേറ്ററിൽ അറിയേണ്ട കാര്യങ്ങളാണ്. ഒരു കല്യാണം എന്തായാലും ഉണ്ട്, ഒരു കല്യാണം കഴിക്കുന്നു, അതിന്റെ കെണിയാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ആളുകൾക്ക് മനസ്സിലാവുന്ന, ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന, ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ട് ഇനി ഒരു പിന്നണിയിലേക്ക് വരലുണ്ടോ? അതായത് നമ്മുടെ മുത്താരംകുന്ന് പിയോ അല്ലെങ്കിൽ അക്കരെ നിന്നൊരു മാരൻ, അതിന്റെയൊക്കെ കഥയിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ് ആളുകൾക്ക് റിലേറ്റബിൾ ആയിട്ട് ഉറപ്പായിട്ടും കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്. റൈറ്റിംഗിലേക്ക് വരാനോ? റൈറ്റിംഗ് ഇഷ്ടം തന്നെയാണ് എനിക്ക്, സംവിധാനം ഇഷ്ടമല്ല. കാരണം എനിക്ക് ഞാൻ അതിന് കോമ്പിറ്റന്റ് അല്ല എന്നാണ് എന്നെ ഞാൻ കണക്കാക്കി. അല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കണം, ബാക്കി ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അറിഞ്ഞിരിക്കണ്ടേ. അല്ല, ഞാൻ ഈസി ആയിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആളല്ല. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്നതിന് മുമ്പ് എന്തുമാത്രം തയ്യാറെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ടെന്ന് 100% അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ്. നേരെ മറിച്ച് ഒരു സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ഞാൻ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കഥകൾ ആലോചിക്കും. എനിക്ക് ഉറങ്ങാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അതാണ്, ഒരു കഥയെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചിരുന്നാൽ അടുത്ത കാലത്ത് കണ്ട ചിത്രങ്ങളുടെ ഒരു സ്വാധീനം ചിലപ്പോൾ എൻ്റെ ചിന്തകളിൽ വരും. അപ്പോൾ ആ കഥ ഞാൻ കുഴിച്ചു മൂടും. തലേ ദിവസം രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആലോചിക്കുമ്പോൾ ഇതാണോ ഞാൻ ഇന്നലെ ആലോചിച്ചത്, എന്തെങ്കിലും രീതിയിൽ എനിക്ക് അത് ഇഷ്ടപ്പെടില്ല. മാത്രമല്ല, എൻ്റെ ഇന്നത്തെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നതിൻ്റെ അത്ര അല്ലെങ്കിൽ അവരുടെ കൂടെ എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടാവും. ഇന്നത്തെ നല്ല റൈറ്റേഴ്സിൻ്റെ കൂടെ എനിക്ക് കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അവരുടെ ചിന്തകളുടെ കൂടെ എനിക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള എൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും തൃപ്തി വരാതെ ഓരോ കഥകളും ഞാൻ കുഴിച്ചു മൂടാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു നല്ല കഥ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ
ഈ സിനിമയിലേക്ക് വരുമ്പോ ഈ ഏജ് കാറ്റഗറി ആയിരുന്നെങ്കിൽ സഹദേവന്റെ ക്യാരക്ടർ ചെയ്യാൻ അതെ എനിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 30 years മുമ്പിലുള്ളതാണെങ്കിൽ ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലത്തെ എക്സാക്ട്ലി ഓ ഓക്കെ നല്ല ക്യാരക്ടറാണ് അത്. ആസിഫ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആസിഫായിട്ടുള്ള ആ കോമ്പിനേഷനിലെല്ലാം കാണുമ്പോൾ സഹദേവൻ്റെ അവസ്ഥ 100% അഭിനയത്തിലൂടെ വേണം. സഹദേവൻ ഒരു കഥയാണ് പറയുന്നത്. ഒരു സമയം വരെ സഹദേവന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് സഹദേവൻ തന്നെ ക്ലൂലെസ് ആണ്. ആ അപ്പൊ മൊത്തത്തിലെ അങ്ങനെ ടീച്ചറിലൊരു പൊക്കോണ്ടിരിക്കും അല്ലെ? ഒന്നും മനസ്സിലാവാത്തൊരു പിന്നെയാണ് സഹദേവൻ മനസ്സിലാക്കി എടുക്കുന്നത് ഇതൊക്കെയാണ് എന്റെ ജീവിതം. അതിനെപ്പറ്റി സംസാരിച്ചോളൂ. ക്രോയാണ് അവനെ ചോദിക്കണം. അല്ലെ മൊത്തത്തിലൊരു ലോസ്റ്റ് ആണ് ആള്. ഇത് പിന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി പോരാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇന്ന് സഹദേവന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നാളെ തീർച്ചയായിട്ടും യുവദാസിന് സംഭവിക്കാം, ദേശവാസിക്ക് സംഭവിക്കാം. ആനന്ദിന് സംഭവിക്കാതിരിക്കട്ടെ. അതെ പേടിയാവുന്നു. പേടിയാവുന്ന പറഞ്ഞാൽ കറക്റ്റാ, ആനന്ദ് പറഞ്ഞാൽ കറക്റ്റാ. ഇതിലെ സഹദേവന്റെ അവസ്ഥ കണ്ടിട്ട് ആനന്ദിന് ചെറുതായിട്ട് പേടിയുണ്ട്. ഇതേപോലെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓൾസോ നമ്മൾ ഇതിലൊരു മെയിൻ ലീഡിൽ വരുന്നത് സിദ്ധാർത്ഥ് ഭരതൻ ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ പുള്ളിയെ പ്രൊമോഷൻസിലോ പോസ്റ്റേഴ്സിലോ ടീച്ചറിലോ ഒന്നും കാണാതെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന പോലെ എവിടെ എന്താന്നൊന്നും ഒരു ഐഡിയ. അല്ല, ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സിദ്ധുവിന്റെ ആണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ ഏറ്റവും ഇമോഷണലി ആളുകൾക്ക് അറ്റാച്ച്ഡ് ആവാൻ പോകുന്ന ഒരു ക്യാരക്ടർ. അതേപോലെ തന്നെ ഹരിശ്രീ അശോകന്റെ നല്ലൊരു കഥാപാത്രമുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെ പറ്റിയാണ് കൂടുതൽ പോകുന്നത്. ഒരു പോയിന്റ് വരും. ഏറെക്കുറെ കിട്ടി അതെ, ഡീകോഡൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, ഡീകോഡ് ചെയ്തോളൂ. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. പക്ഷെ ആ അവകാശങ്ങൾ വിനിയോഗിക്കുമ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത്. ഉത്തരവാദിത്തങ്ങളും കടമകളും മറന്നുകൊണ്ടുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഏങ്കുലാപ്പിളി അത് ശരിയല്ല. അപ്പോൾ അത് ഇവിടെ ശ്രദ്ധിക്കുക. അതിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് ശരിയല്ല. സ്ത്രീക്ക് കൂടുതൽ സ്നേഹവും ആദരവും ബഹുമാനവും കൊടുത്തോളൂ. സ്ത്രീ അമ്മയാണ്. സ്ത്രീക്ക് മാത്രമേ അമ്മയാകാൻ പറ്റൂ. ആ അവകാശം ഏതെങ്കിലും വ്യക്തിപരമായി ഏതെങ്കിലും ഒരു സ്ത്രീ ദുരുപയോഗപ്പെടുത്തിയാൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്തണോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ടാവും. പക്ഷേ അഡ്വക്കേറ്റ് വിശ്വനാഥൻ അത് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഏതായാലും ദിസ് വാസ് ഫൺ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആഭ്യന്തര കുറ്റവാളിയിൽ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെടട്ടെ. സിനിമയും വണ്ടർഫുൾ ആയിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. താങ്ക് യു.